详细报告，不干，我不这个，妈不这样。നവോദയ അപ്പച്ചനും ഭാര്യയും കൂടെ വൈകിട്ട് അങ്ങനെ അവർ വന്ന് പെര തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അവർക്ക് വാങ്ങിട്ട് ആ വീട് നിൽക്കാൻ പോവാന്ന് ഞാൻ അവിടെ കാക്കനാട്ട് പറഞ്ഞു. ബഹുമാന്യരായ മറ്റ് വ്യക്തികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രദേശത്തെ നല്ലവരായ എല്ലാ ആൾക്കാരുടെയും ജാതിമത വ്യത്യാസം കൂടാതെ ഒരു ആഗ്രഹം ഇന്ന് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ പ്രദേശത്തിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും എല്ലാം ഉറവിടമായ ഈ യൂദാശ്ലീഹായുടെ കപ്പേള 34 വർഷങ്ങൾക്ക് മുൻപ് 1964 PT മാത്യു കോഴിക്കുന്നേല് ഉദ്ദിഷ്ടകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ്. ഈ കുരിശുപള്ളി പുതുക്കി പണിയുക ഒരാവശ്യമായി വരികയും അതേ സമയത്ത് അതിന്റെ ചിലവ് ഏറ്റെടുക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത പ്രത്യേക കാരണങ്ങളാൽ ഇടവക ദേവാലയത്തിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തില് ഇത് പണിയുവാനായി ഔദാര്യപൂർവ്വം മുൻപോട്ട് വന്നത് PC മാത്യു പന്നിവേലിയിലാണ്. സമ്പന്നര് ഔദാര്യമതി സൗകര്യത്തെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും ഉറപ്പിനെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് സംസാരിക്കുക ഒരുപക്ഷെ ഈ നിങ്ങളുടെ കണ്ണുകളെ ഞാൻ അവിശ്വസിക്കുകയായിരിക്കും. പ്രതികൂലമായ കാലാവസ്ഥകളെല്ലാം വളരെ വേഗം നിരാപകളില്ലാതെ അധ്വാനിച്ച് ധാരാളം പണിക്കാരെ നിർത്തി ഒത്തിരിയേറെ ശ്രമിച്ചാണ് ഈ ദേവാലയം, ഈ കുരിശടി ഇവിടെ പണിതുയർത്തിയത്. അദ്ദേഹത്തെയും ഞാൻ പ്രത്യേകം നന്ദിപൂർവ്വം പുതിയ ഘട്ടത്തിന്റെ അടിസ്ഥാന ചില ആശീർവദിക്കുവാനും അതുപോലെ തന്നെ ഇതിന്റെ കുദാശ കർമ്മങ്ങൾ നിർവഹിക്കുവാനും സന്മനസ് കാണിച്ചത്. അതില് ഞങ്ങള് ഒത്തിരിയേറെ സന്തോഷമുള്ളവരാണ്. ഈ +2 കോഴ്സിനെ സംബന്ധിച്ചല്ലെങ്കിൽ അതിന്റെ എല്ലാ വ്യക്തികളുടെ കമ്മിറ്റിക്കാരെ, ടീച്ചേഴ്സ് എല്ലാവർക്കും ഉള്ളത് തന്നെയുമല്ല, ഈ നാടിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയും അതിനായി 30 സംവത്സരങ്ങള് സേവന സമ്പന്നമായ 30 സംവത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കേരള സഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബിഷപ്പാണ് അഭിമന്യ പിതാവ്. ബഹുമാനപ്പെട്ട പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, കഴിഞ്ഞാണ് സ്റ്റേജിലേക്ക് കയറിയത്. മഴയുണ്ടായിരുന്നുകൊണ്ട് വളരെ വിഷമിച്ച ആളുകൾ നിൽക്കുന്നു കണ്ടപ്പോൾ ഞാനൊരു കഥ പറഞ്ഞു. ഇറ്റാലിയൻ പാരമ്പര്യത്തില് കല്യാണം കഴിച്ച് മണവാട്ടി ഇറങ്ങി പോകുമ്പോൾ മഴ പെയ്ത് നനഞ്ഞാല് മാത്രമേ അത് ഭാഗ്യവതിയാവുള്ളൂ അവൾ എന്ന ഒരു വിചാരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗ്യവതിയാണ്, കാരണം നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് മഴ പെയ്ത്. പിന്നെ ഈ പറഞ്ഞതില്ല, ഈ മന്ത്രി വിജയോസ് ഭാഗ്യവാനാണ്, അദ്ദേഹം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ PC ജാഗോ MP ഉണ്ടായിരുന്നു, അദ്ദേഹവും നന്ദി ഭാഗ്യവാനാണ്. പഠിക്കാത്ത പ്രായം ചെന്ന ആരും തന്നെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും അവിടെ പഠിച്ചതാണ്. അന്ന് മിഡിൽ സ്കൂളായിരുന്നു. എൻ്റെ മുമ്പ് +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂള് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ
40 മുതൽ 50 ലക്ഷം വരെ രൂപ ചിലവാക്കിയാലേ നന്നായിട്ട് ഒരു ക്ലാസ് റൂം കെട്ടിടം നിർമ്മിക്കുവാനും ലാബറട്ടറികളെ സജ്ജീകരിക്കുവാനും ഒക്കെ സാധിക്കും. ഭംഗിയൊന്നും നടക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് നടക്കും. എല്ലാവരും നാട്ടുകാരെല്ലാം ഒത്തുകളിച്ച് വിശ്രമിക്കൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിക്കാം. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച രൂപകൽപ്പന ചെയ്തത് നമ്മുടെ മനോഹരമായ ഓഡിറ്റോറിയം രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് ഫിലിപ്പ് മാത്യുവാണ്. അദ്ദേഹം അനാരോഗ്യം മൂലം ഇവിടെ എത്തിയിട്ടില്ല. വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ ദിവ്യ മഹത്വത്താൻ ഈ കുരിശുകളെ വിശുദ്ധീകരിക്കണമേ. ഇവിടെ നടത്തപ്പെടുന്ന ബലികളാലും അത്തുകാഴ്ചകളാലും അങ്ങേ ശാസ്ത്രയുടെ ഭാവങ്ങൾ മോചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം കർത്താവേ, കൂടാരത്തിൽ ആത്മസിക്കും. അങ്ങേ വിശുദ്ധഗിരിയിൽ വിശ്രമിക്കും. ഇങ്ങനെയുള്ളവൻ നീതിമാനാകുന്നു. അവൻ ഒരിക്കലും നശിക്കുകയില്ല. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ആഗമനത്താൽ ഭൂമിയെ സ്വർഗവുമാരും ജീവിച്ച കർത്താവേ, കുരിശുമരണം വഴി അങ്ങ് കൊണ്ടെടുത്ത് സഭയെ സുരക്ഷമായി അനുഗ്രഹിക്കണമേ. ഭിന്നതകളെല്ലാം അവസാനിപ്പിച്ചതിൽ സമാധാനം പാലിക്കണമേ. വിശുദ്ധിയോടുകൂടെ നീക്കി ബലിയർപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. പത്രോസാകുന്ന ഭാരമേലങ്ങോട് ഉയർത്തിരിക്കുന്ന തിരുസഭയുടെ ആശ്രയങ്ങൾക്ക് അഭയം നൽകുന്ന സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങനെ മഹത്വത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനത്തെ ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നുകൂടുന്നവരെ എല്ലാ പടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ഞങ്ങളുടെ അമ്മയായ മറിയത്തിന്റെയും ഈ കുരിശുകളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ദേവസിന്റെയും പ്രാർത്ഥന സഹായം ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശരീരമെടുത്തവനെ
മർദ്ദനമേറ്റുഭരിച്ചവരെ മഹിളയിൽ വീണ്ടുയർത്തവരെ ദീർഘാനുഗ്രഹമേകണമേ പാവം പോറ്റിയ കാലത്തിൽ പാവയവാദിക്കും ദിവ്യകർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിനുമായി ഈ കുരിശുപള്ളി റഷ്മായിത വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇതിന്റെ പൂജ്യതയ്ക്ക് ഇണങ്ങാത്തതും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായ ഈ ഭവനം വൃത്തിയായി നിർമ്മലമായി സൂക്ഷിക്കപ്പെടട്ടെ. ഈ കുരിശുപള്ളി നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും നാടിനും ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായി തീരട്ടെ. നമ്മുടെ കർത്താവിൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വെഞ്ചരിപ്പ് കർമ്മം പൂർത്തിയായി. ഇനിയും എല്ലാവർക്കും ഓരോ ചായ വീട്ടിലോട്ട് കാപ്പിടിക്കുന്നു. എടുത്തു കിടന്നിട്ടില്ലേ? മത്തായിന്റെ പെരുന്നാളിൽ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ആളിനെ കാണാൻ സാധിക്കില്ലേ ഇവിടെ ഇരിക്കാണ്ട് അച്ഛൻ നിന്നുള്ള ഈ ആഘോഷമായിട്ട് കുടിക്കാനുള്ള
ഫോട്ടോ മാത്രം എടുത്താ അയ്യോ നമ്മൾ അതൊക്കെ വേണ്ട ഞങ്ങൾ